ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു 36 സൈസ് ബ്ലൗസിൻ്റെ ഒരു കട്ടിങ്ങാണ് കാണിക്കുന്നത്. നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യം കൈയാണ് വെട്ടുന്നത്. കൈക്ക് വേണ്ടി നമ്മൾ 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നെ ഇവർക്ക് കൈ കൂട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ. അപ്പോൾ 1 ഇഞ്ചും കൂടെ ഞാൻ കൂട്ടാനായിട്ടും കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കൈ അതേപോലെ വെച്ചിട്ട് ഒന്ന് അളവെല്ലാം കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയുള്ള അളവുകൾ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1/2 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ എക്സ്ട്രാ സീം അലവൻസും കൊടുത്തിട്ട് 1/2 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ബാക്ക് പാർട്ട് വെട്ടാനായിട്ട് എടുക്കാം. ബാക്ക് പാർട്ടിന് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് നോക്കുക. എനിക്കിവിടെ 14 ആണ് കിട്ടിയത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക ഷോൾഡറിനും. പിന്നെ താഴെ നമുക്ക് താഴെ പട്ട വെച്ച് ചേർക്കുമല്ലോ, അതിനും 1/2 ഇഞ്ച് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ കഴുത്തകലം എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. എനിക്കിവിടെ 2 ആണ്. ഞാൻ ഇപ്പോൾ 1.25 ആദ്യം മാർക്ക് ചെയ്തിട്ട് പിന്നെ 1/4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോലും അതും കൂടെ കൊടുത്തു. പിന്നെ ഷോൾഡറിൻ്റെ കറക്റ്റ് മാർക്ക് ചെയ്തു. പിന്നെ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് വേണമല്ലോ, അതും കൊടുത്തു. പിന്നെ ഷോൾഡർ ഒന്ന് 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തു. അതും ഞാൻ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് കഴുത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് വരുന്ന അവിടെ തന്നെ ഇപ്പം ഷോൾഡർ വെച്ച് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ കറക്റ്റ് തന്നെ ആ കഴുത്ത് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, അതും കൂടെ കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കഴുത്തിൻ്റെ അവിടെ 1/4 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യുക. മറ്റേത് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ടക്സ് എവിടെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ നമ്മൾ താഴത്തെ വണ്ണം ഒന്ന് അളന്നിട്ട് അത് ടക്കിന് വേണ്ടി 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് വെട്ടാനായിട്ട് തുണിയെടുത്തിട്ട് ബാക്ക് പാർട്ട് അതേപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എടുക്കാം. അതിനുശേഷം ഫ്രണ്ട് കഴുത്ത് നമുക്ക് അതേപോലെ സ്റ്റിച്ച് വരുന്ന അവിടെ നോക്കി വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആം ഹോളും കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് വന്നേക്കുന്ന ആ ഭാഗം വെച്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തൊന്ന് 1/4 ഇഞ്ച് വിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ടക്ക് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. ടക്കിൻ്റെ മോൾ ഭാഗം വരെയുള്ള ലെങ്ത്താണ് ഞാൻ അടയാളപ്പെടുത്തിയത്. 10 ഇഞ്ച് എന്തോ ആണ് വന്നത്. പിന്നെ അവിടെ നിന്ന് താഴോട്ടുള്ള ടക്കിൻ്റെ നീളം അത് എത്രയാണെന്ന് വെച്ചാൽ അതെനിക്ക് 2.5 എന്തോ ആണ് കിട്ടിയത്. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോടെ കൊടുത്ത് 3 വേണം മാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ സെൻറ്ററിൽ നിന്ന് അവിടം വരെയുള്ള അകലം അതെന്തോ 4 കണ്ടാണ് എനിക്ക് കിട്ടിയത്. അത് വെച്ചിട്ടാണ് നമ്മൾ പോയിൻ്റ് കറക്റ്റായിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ടക്ക് ചെറിയ ടക്ക് ഉണ്ടല്ലോ, അത് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ അതൊന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുക. അതിന് അവിടെ നിന്ന് മേളിലോട്ട് ബാൻഡ് ജോയിൻ ചെയ്യുന്ന അത്രയും ഭാഗം എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ട് 1/2 ഇഞ്ച് അവിടുത്തെ ടക്കിന് വേണ്ടി പോവുകയും അതും കൂടെ വിട്ടിട്ട് പിന്നെ 1/2 ഇഞ്ച് താഴെ നമുക്ക് ബാൻഡ് ചേർക്കാനായിട്ട് അതും കൂടെ എക്സ്ട്രാ എടുത്ത് വേണം നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻ്റ്, കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് പോയിൻ്റ് അവിടെ നിന്നും മാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ മെയിൻ ടക്കിൻ്റെ നീളമാണ് ഞാൻ നോക്കുന്നത്. അതെനിക്ക് 2.5 ആണ് കിട്ടിയത്. പിന്നെ തയ്യൽത്തുമ്പോടെ കൂട്ടി 3 വേണം ഞാൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് ഫ്രണ്ട് ടക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ 1.25 എന്തോ ആണ് കിട്ടിയത്. സൈഡിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ടക്സ് എല്ലാം ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ആം ഹോളിൻ്റെ അവിടെ നിന്നുള്ള ടക്ക് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് പോയിൻ്റ് അവിടെ നിന്നും ഒന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നേരെ നമ്മുടെ മെയിൻ ടക്കിലോട്ട് വേണം വരാനായി. അത് കറക്റ്റാണെങ്കിൽ മാത്രമേ അത് ഒരേ ലൈനിൽ വന്നാൽ മാത്രമേ നമ്മുടെ കപ്പ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ശരിയായിട്ട് വരത്തുള്ളൂ. ആ ലെങ്ത്തും കൂടെ എത്രയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൊടുക്കുക.
പിന്നെ താഴത്തെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ ലെങ്ത്ത് നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് സെയിം അലവൻസ് കൂടെ കൊടുത്തിട്ട് കട്ട് ചെയ്യാം. ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം തിരിച്ചിടുമ്പോൾ നമുക്ക് തിരിച്ച് ചെയ്യുമ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് അവിടെ പതിഞ്ഞ് വരും. അതൊന്ന് മാർക്ക് ചെയ്ത് കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് ബാൻഡ് വെട്ടാനായിട്ട് ആ ലെങ്ത്ത് കറക്റ്റ് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ മുകളിലത്തെ തയ്യൽത്തുമ്പും താഴത്തെ ഹാഫ് വിട്ടിട്ട് എക്സ്ട്രാ 1 ഇഞ്ച് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ടക്ക് വരുന്ന അവിടുത്തെയും കറക്റ്റ് നീളം നോക്കുക. പിന്നെ അതിൻ്റെ കറക്റ്റ് ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന അവിടുത്തെ ആ പോയിൻറ്റിൻ്റെ അവിടെ വരുന്ന ലെങ്ത്ത് നോക്കിയിട്ട് ബാൻഡ് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. പിന്നെ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ കൊടുക്കാം. ഇനി നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ ബാക്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ബാൻഡ് വേണ്ടേ, അത് 2 ഇഞ്ച് കലത്തിൽ ഒന്ന് വെട്ടിയെടുക്കാം. പിന്നെ ഹുക്ക് വയ്ക്കാനായിട്ടും ആയി വെക്കാനായിട്ടും 1.5 ഇഞ്ചിലും പിന്നെ 2 ഇഞ്ചിലും 2 പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ക്രോസ് പീസും കൂടെ വേണം. നമ്മുടെ കഴുത്തിൽ വെക്കാനുള്ള ക്രോസ് പീസ് 1 ഇഞ്ചിൽ ക്രോസായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ക്രോസ് പീസസ് കൂടെ വേണം. ഇത്രയാണ് അപ്പോൾ കട്ടിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൈ വെട്ടി ബാക്ക്, ഫ്രണ്ട്, പിന്നെ ബാൻഡ്, പിന്നെ കുറച്ച് കട്ട് പീസസും വെട്ടിയെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാൻ ഒരു റണ്ണിങ് സ്റ്റിച്ച്, കൈക്ക് ഞാൻ റണ്ണിങ് സ്റ്റിച്ചാണ് ഒന്ന് കൊടുത്ത് മടക്കിയെടുക്കുന്നത്. രണ്ട് കൈയും അതേപോലെ തന്നെ 1 ഇഞ്ചിൽ മടക്കി റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ ടക്സ് എല്ലാം ഒന്ന് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം, 3 ടക്കും. ഇത് ഇച്ചിരി സ്പീഡിലാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാമേ, അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്ലോ ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിലും പറയാം, ഞാൻ ചെയ്തു തരാം വീഡിയോ. ഇനി ബാക്ക് പാർട്ടിൽ 2 ഇതുണ്ടല്ലോ ടക്ക്, അത് 2 സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ പടി ഉണ്ടല്ലോ 2 ഇഞ്ച് കനത്തിൽ നമ്മൾ വെട്ടിയെടുത്തത്, അതും കൂടെ ഒന്ന് താഴെ അറ്റാച്ച് ചെയ്തെടുക്കാം. 2 പീസായിരുന്നു ജോയിൻ ചെയ്തിട്ട് താഴെ ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ഒന്ന് അടിച്ച് ചേർക്കാം. ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ബാൻഡിന് വേണ്ടി വേറെ 2 കട്ട് പീസസും കൂടെ എടുത്തു. ഇതിന് തുണി തികയത്തില്ല, അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ വെക്കാൻ മാത്രമേ അതേ തുണി തന്നെ എടുത്തിട്ടുള്ളൂ. ബാക്കി 2 പീസ് ഞാൻ വേറെയാണ് കൊടുത്തത്. അതിനുശേഷം ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഒരുപോലെ വെച്ച് നോക്കി ലെങ്തൊക്കെ കറക്റ്റാണെന്ന് നോക്കിയ ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ വെച്ച് നോക്കിയിട്ട് ഇതും കൂടെ വെക്കുമ്പോൾ കറക്റ്റാണോ വരുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് ശകലം വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ബാൻഡിൽ ശകലം ലെങ്ത് കുറച്ച് കൊടുത്താൽ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ സൈഡൊക്കെ അതുപോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ബാൻഡിൽ ഇറക്കം കൂട്ടുക കുറയ്ക്കുക എന്ത് വേണേൽ ചെയ്യാം. അങ്ങനെ വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യണേ. നമുക്ക് ഫ്രണ്ടിൽ ഹുക്ക് വെക്കുന്ന അവിടുത്തെ പീസൊന്ന് വെച്ച് തിരിച്ചൊന്ന് മറിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഐ വെക്കുന്ന ഭാഗവും കൂടെ അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴുത്തിൽ ക്രോസ് പീസസ് ഉണ്ടല്ലോ, അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്രോസ് പീസസ് അതിന് വേണ്ടി 1 ഇഞ്ച് കനത്തിൽ ക്രോസ് ആയിട്ട് വെട്ടിയെടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം എല്ലാം. ശേഷം ഇത് വെച്ച് അടിച്ചിട്ട് നമുക്ക് തിരിച്ചൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹെമ്മിങ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അതിനുശേഷം നമുക്ക് കൈ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ സൈഡ് നോക്കി മാർക്ക് ചെയ്തതിന് ശേഷം സൈഡെല്ലാം കൂടെ കറക്റ്റ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡ് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഹെമ്മിങ് കൂടെ ചെയ്തെടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തിരിക്കും.